കഴിഞ്ഞടാ കഴിഞ്ഞു എല്ലാം തീർന്നു. How do you feel now? നല്ല തണുപ്പുണ്ട്. തണുപ്പ് തന്നെ ഉണ്ടോ? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ണു പറയാൻ മനസ്സിലാക്കാത്ത കഴുതയും കൊണ്ടാണല്ലോ ശരി, പോയി പല്ല് കഴിക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി സാർ. ഇനി അവർ വീണ്ടും വിളിക്കാൻ എപ്പോഴും പോകാൻ നോക്കും. ഇനി വിളിക്കില്ല. Hi everyone, good morning and welcome back to my YouTube channel. So finally the day has come. നമ്മൾ ഇത്രയും ദിവസം പെട്ടെന്ന് ആവരെന്ന് വിചാരിച്ച ആ ദിവസം വളരെ പെട്ടെന്ന് വന്നു. ടുഡേ ഈസ് അവർ ലാസ്റ്റ് ഡേ അറ്റ് കശ്മീർ. ആൻഡ് ഇന്നലത്തെ വീഡിയോ ആക്ച്വലി ഒരു പ്രോപ്പർ മൈൻഡ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം സോൻമാർഗ് അത്ര അടിപൊളിയായിരുന്നു. അതിന്റെ ആ ബ്യൂട്ടിൽ നമ്മളങ്ങ് മെസ്മറൈസ് ആയിട്ട് അതിന്റെ പുറകെ അങ്ങ് പോയി. വീഡിയോയുടെ കാര്യം ശരിക്കും പറയാൻ ഓർത്തില്ല. പക്ഷെ തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാം തീർന്നല്ലെങ്കിൽ ഇത് കൂടി ഉള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് വന്നപ്പോഴാണ് യു ഓൾ നോ റൈറ്റ്, നമ്മളൊരു നല്ലൊരു സ്ഥലത്തൊക്കെ പോയി അത്യാവശ്യം കുറച്ച് എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ തീരുമ്പോൾ ഉള്ള നമുക്ക് ഒരു ഇതുണ്ടല്ലോ, വിഷമം. ആ ഒരു മൂഡിലൂടെയാണ് ഞാൻ കൊണ്ടിരിക്കുന്നത്. അപ്പം ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ അറ്റ് കശ്മീർ ആൻഡ് ഒരു അടുത്തുള്ള ടെമ്പിൾ കൂടി നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട്. ബട്ട് നോട്ട് ഷുവർ നമുക്ക് അവിടെ പോകാൻ പറ്റുമെന്ന്. കാരണം അതും ഇങ്ങനെ സ്നോ ഉള്ള ഒരു റോഡൊക്കെയാണ്. അപ്പം സ്നോ ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതർവൈസ് വിൽ ലീവ് ടു എയർപോർട്ട് ആൻഡ് ദാറ്റ് വിൽ ബി ദെയർ. അപ്പോൾ ഇത്രയും ദിവസത്തെ നമ്മുടെ ട്രിപ്പ് വാസ് അടിപൊളി. ഒരു 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. പിന്നെ നമുക്ക് ഈ സ്നോയുടെ ഇത് കാരണം പെഹൽഗാം ശരിക്കും ഫുള്ളി കവർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഓവറോൾ എവറിത്തിങ് വാസ് ഗുഡ്. ഫുഡൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം ട്രൈ ചെയ്യാൻ പറ്റി. പിന്നെന്താ, സ്ഥലങ്ങളാണെങ്കിലും സ്നോഫോൾ എവറിത്തിങ്. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ലക്കം കൂടി ഉണ്ട്. കാരണം ഞങ്ങൾ വന്നതിന്റെ നെക്സ്റ്റ് ഡേ വന്ന ആൾക്കാർക്കും ഗുൽമാർഗ് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ റോഡെല്ലാം ബ്ലോക്ക്ഡ് ആയിരുന്നു. പിന്നെ സോൻമാർഗ് വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, പഹൽഗാം വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം ഇത് കുറച്ചൊക്കെ നമ്മുടെ ലക്കം കൂടിയാണ്. നമുക്ക് ലക്കുണ്ടെങ്കിൽ ഇതെല്ലാം കാണാം കേൾക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുപോലെയാണ് സ്നോഫോൾ ഈസ് എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ലക്കുള്ളവർക്ക് കിട്ടും, അല്ലാത്തവർക്ക് കിട്ടില്ല. അങ്ങനത്തെ അവസ്ഥ. നമുക്ക് കിട്ടില്ല വിചാരിച്ചു, ബട്ട് നമുക്കും കിട്ടി. ആൻഡ് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്ന സ്നോഫോൾ. രാത്രി നല്ല തണുപ്പായിരുന്നു. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അതാ ഞാൻ ആദ്യത്തെ ആ വീഡിയോയിൽ കാണിച്ചത്. പുറത്തൊക്കെ ഇങ്ങനെ സൺറൂഫിലൊക്കെ ഇത് സ്നോ കിടക്കുന്നത്. ആൻഡ് നൗ യു മേ ഹാവ് ദ ക്വസ്റ്റ്യൻ, നമ്മൾ എങ്ങനെയാണ് വന്നത് ആൻഡ് എന്താ പറയാ, പാക്കേജ് എടുത്തിട്ടാണോ വന്നത്, അതോ സ്വന്തമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നാണോ എന്നൊക്കെ. നമ്മുടെ ട്രിപ്പ് ഫുള്ളി കോർഡിനേറ്റ് ചെയ്ത ട്രിപ്പോളി ഹോളിഡേയ്സ് ആണ്. ദർ ഓഫീസ് ഈസ് ഇൻ കൊച്ചി. അപ്പോൾ നിങ്ങൾക്കും ഇനി ഇതുപോലെ കശ്മീരോ or any other locations or destinations ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് ട്രിപ്പോളി ഹോളിഡേയ്സ്. ട്രിപ്പോളി ഹോളിഡേയ്സിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരാളുണ്ട്, ലിഡിയ ആണ് നമ്മുടെ ഫുൾ സപ്പോർട്ട് ചെയ്ത എല്ലാം എൻഡ് ടു എൻഡ് കാര്യങ്ങളും ഫുള്ള് ലിഡിയാണ് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തത്. 24 hours she was there online to support us. So thanks to ട്രിപ്പോളി ഹോളിഡേയ്സ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന് ഇവിടെ ഇറങ്ങുകയാണ്. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ കവർ ചെയ്യാം. So once again, welcome back to my YouTube channel and the last day at Kashmir. അങ്ങനെ നമ്മുടെ ചെക്കൗട്ട് ആണ് ഇന്ന്. എല്ലാം റെഡിയായി ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. കാണാതിരിക്കാൻ വേണ്ടിട്ടാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത്. എല്ലാം കരയുന്നെല്ലാം കാണും. അയ്യോ ബൈ ബൈ റൂം. ഒരു മീറ്റ് ഒക്കെ നോട്ട് ഹിയർ. ഇനി വരുവാണ് ഞങ്ങൾ സോൻമാർഗ് റൂം എടുക്കത്തുള്ളൂ. എടുത്തോ. ഏതാ
ഇനി നമ്മള് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പ്ലേസ് ഓഫ് വിസിറ്റ് ആയ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇത് ആക്ച്വലി ഫസ്റ്റ് ഡേയിൽ കവർ ചെയ്യേണ്ടതാണ്, ബട്ട് അത് നമുക്ക് ടൈം കിട്ടാത്ത കാരണം ലാസ്റ്റ് ഡേ നമുക്ക് ഒരു 2-3 hours ഉണ്ട്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഹാഫ് ആൻ അവർ ഉള്ളു, അപ്പൊ നമുക്ക് പോകാനുള്ള ടൈം ഉണ്ട്. ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഹെയർ പിൻ ബെൻസ് ഉള്ള റോഡാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വളവ് തിരിഞ്ഞ് പോകുമ്പോഴും താഴെ ഡാലിലേക്കും ശ്രീനഗർ സിറ്റിയെ കാണാൻ പറ്റുന്ന നല്ല രസമുണ്ട്. അതിന്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കണം. ഞാൻ കാണിച്ചു. ഇവിടെ നിന്ന് ആക്ച്വലി നമ്മൾ കുറച്ച് നടക്കണം, കാരണം ഈ സ്നോ വീണ റോഡ് ഇച്ചിരി പ്രശ്നമാണ്. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോകണം ടെമ്പിളിലേക്ക്. അപ്പം ഇറങ്ങി നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ. चल नहीं है क्या हम पहनिया लेंगे चलो This is for my viewers. കുറച്ചധികം സ്റ്റെപ്സ് കയറാനുണ്ട്. എത്ര സ്റ്റെപ്സ് എന്ന് അറിയത്തില്ല, പക്ഷെ കുറച്ചുണ്ട്. बम लहरी रे ओम शिव लहरी चलो चलो निकलो अरे पापा की നമുക്ക് ഫുൾ കാശ്മീരി കാണോ? വാവ്, itu South Indian. ഈ ടെമ്പിളിന്റെ അകത്തോട്ടൊക്കെ കയറാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം നമ്മൾ ജസ്റ്റ് വ്യൂ മാത്രം കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു.
കാരണം നമുക്ക് 2 മണിക്ക് എയർപോർട്ടിൽ കയറണം. റിപ്പബ്ലിക് ഡേ ആയിരുന്നു. ഇപ്പോൾ ചെക്കപ്സ് ഒക്കെ സെക്യൂരിറ്റി ചെക്ക് ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞു. ഇപ്പോൾ 2 മണിക്കൂർ മുന്നേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ചെക്ക് ഇൻ ചെയ്യണം. നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വേണം പോവാൻ. സോ വി ആർ ലീവിങ് ഫ്രം ഹിയർ. ചിക്കൻ ചിക്കൻ മട്ടൺ ശുക്ർ സെർവ് ചെയ്യണം. Do you have lime juice here? Lime juice? soda. Oh, do you have kava? Yes. Yeah, please take 2 kava. Okay. Thank you. Yeah, thank you. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം കഴിച്ചേക്കാൻ കുറച്ച് നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. देखिए तुझे बहुत अच्छा लगा ना छोड़ के मतलब मैं मैडम से बात करूंगा पता नहीं मटन का ഇവിടെ ബിരിയാണിക്കകത്ത് കോമോഗ്രാനൈറ്റും കൂടി ഇടുന്നുണ്ട്. കോമോഗ്രാനൈറ്റ് പിന്നെ ബദാം അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ടോ? നമ്മളിവിടുത്തെ ലാസ്റ്റ് കശ്മീരി കാവയാണ്. ഇനി വീട്ടിൽ പോയി നമ്മൾ മേടിച്ച കാവ പൗഡർ ഇട്ട് ഉണ്ടാക്കി കുടിക്കേണ്ടി വരും. പ്രൊമോഷൻ ചെയ്യുന്ന വേറെ ആരും 2500 പ്രൊമോഷൻ ചെയ്യുന്ന വേറെ ആരും So we are at the airport now. നാളെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു. ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്സ് ആണ്. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മളൊരു 1 or 2 or 3 മാക്സിമം ഇത്രേ സെക്യൂരിറ്റി ചെക്കിങ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ബാഗേജ് സ്കാൻ ചെയ്യുന്നതാക്കി. പക്ഷെ ഇത് ഒരു 4 to 6 ടൈംസ് നമുക്ക് ചെക്കപ്പ് ഉണ്ടായി കുറെ തവണ. നല്ല റഷും ഉണ്ട്. ഇവിടെ യൂണിയൻ ടെറിട്ടറി ആയ കാരണം, റിപ്പബ്ലിക് ഡേ കൂടി ആയ കാരണം നല്ല സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടാവും ഇവിടെ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളെ 4:10 ഫ്ലൈറ്റിന് കറക്റ്റ് 2 മണി ആയപ്പോഴേ ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തത്. എയർപോർട്ട് ആണെങ്കിൽ മൊത്തം മഞ്ഞിങ്ങനെ ഇറങ്ങി കിടക്കട്ടെ പുറത്തോട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ കാണുവാണെങ്കിൽ ഞാൻ ലിസ്റ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇപ്പം സമയം ഇപ്പൊ ഏകദേശം 3 മണിയാകാൻ പോകുന്ന 3 മണി ആയിട്ടുണ്ടാവും. 4:10 നമ്മൾ ഫ്ലൈറ്റ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമുക്ക് ശരിക്കും ഫുൾ ഹിമാലയൻ വ്യൂ കിട്ടുന്നത് ചാറ്റ്ജിപിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ലെഫ്റ്റ് സൈഡിലാന്ന് പറഞ്ഞത്. ഞാൻ ലെഫ്റ്റ് സൈഡിലായിരുന്നു സീറ്റ് ബുക്ക് ചെയ്തത്. പക്ഷെ കൂടുതലും വ്യൂ ഉണ്ടായിരുന്ന റൈറ്റ് സൈഡിലായിരുന്നു. ഇപ്പൊ ചാറ്റ്ജിപിയുടെ അടുത്ത് ഞാൻ 2 തവണ ചോദിച്ചായിരുന്നു. അടുത്ത ദിവസം ചോദിച്ചു പറഞ്ഞ ലെഫ്റ്റ് സൈഡിലായിരുന്നു. ദെൻ പിന്നെ ഞാൻ ഒരു തവണ കൂടി ചെക്ക് ചെയ്തപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു. ബട്ട് റൈറ്റ് സൈഡ് ആയിരുന്നു കറക്റ്റ്. റൈറ്റ് സൈഡ് ശ്രീനഗറിന് പോകുമ്പോ റൈറ്റ് സൈഡിൽ വിൻഡോ സീറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അവിടെയാണ് ഹിമാലയത്തിന്റെ ഫുൾ വ്യൂ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അപ്പൊ ലെഫ്റ്റ് സൈഡിലായിരിക്കില്ല വ്യൂ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സീറ്റ് ചോദിച്ചിട്ടുണ്ടാവും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ 11A and B സീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ക്ലൈമറ്റ് ഇച്ചിരി ക്ലൗഡി പോലെ നിൽക്കുന്ന കാരണം എങ്ങനെ ഉണ്ടോ വ്യൂ എന്ന് അറിയത്തില്ല. എന്നാലും നോക്കാം. സോ ദാറ്റ് വിൽ ബി അവർ ലാസ്റ്റ് വ്യൂ ഓഫ് ദ മൗണ്ടൻസ്
സ്നോ ശരിക്കും പറയാം ഒത്തിരി മിസ് ചെയ്യാൻ പോവാ. നല്ല കുറച്ച് ദിവസങ്ങളത് കഴിഞ്ഞു പോകും. നല്ല നമ്മുടെ എന്താ പറയാ നമ്മുടെ ക്ലൈമറ്റിൽ നിന്നും ജോഗ്രഫിക്കൽ ഇതിനൊക്കെ മാറി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇത്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ I will miss him. me too. But definitely we'll come back. ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബാക്ക് again എന്ന് പറഞ്ഞല്ലോ. പ്ലാനിങ് അതുപോലെ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പിന്റെ ഒരു പ്ലാൻ ചെയ്തിട്ട് വേണം ആ ട്രിപ്പ് ക്ലോസ് ചെയ്യാന്നുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്തോ? നമ്മൾ പ്ലാൻ ചെയ്തു, പക്ഷെ നമ്മൾ ഇപ്പൊ പ്ലാൻ ചെയ്യും. After a few years we both will plan again for only for സൺമാർഗ് മാത്രം. ഒരാട് വേറെ പ്ലാൻ ഇട്ടോ മറ്റേ കൂട്ടുകാരായിട്ടോ പോക്കോട്ടെ പാവം എൻജോയ് ചെയ്യട്ടോ. ലോ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ബട്ട് കൂടുതലാണ്. some years later we'll come back. അന്ന് ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും സ്റ്റാർട്ടിങ്. നമുക്ക് നോക്കാം. ഓക്കെ ബൈ. जरूर देखिए, आपके पसंद के स्नैक के साथ आपके पसंद का बेवरेज भी शामिल है। अपनी ट्रे टेबल्स तैयार रखें, हम जल्द ही आपके स्नैक्स लेकर आएंगे। लेडीज एंड जेंटलमैन,
യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മള് അല്ലാതെ പോകുന്ന ട്രാവലാണെങ്കിലും നമ്മള് ലൈഫ് ജീവിക്കുന്നതാണെങ്കിലും ആഫ്റ്റർ ഡെത്ത് ആണെങ്കിലും അതിനുശേഷമുള്ളത് നമ്മളും അല്ലെങ്കിൽ നമ്മളെ ബോഡിയോ നമ്മളെ സോളോ ട്രാവൽ ചെയ്തോ നെക്സ്റ്റ് ഫേസ് ഇങ്ങനെ ഫേസ് ചെയ്തോ ട്രാവൽ क्या बात है. അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 9:30 അടുത്ത ഫ്ലൈറ്റ്. 9:30 ട്രിവാൻഡ്രം ആൻഡ് 12:50 ആകുമ്പോൾ ട്രിവാൻഡ്രത്തെത്തി. അങ്ങനെ നമ്മുടെ കശ്മീർ യാത്ര ഏകദേശം അവസാനിക്കുകയാണ്. സോ ഐ വിൽ വൈൻഡ് അപ്പ് ദ വീഡിയോ ഹിയർ. മനസ്സ് പുറകെ വരുന്നേ ഉള്ളൂ. മനസ്സും കൂടി ഉണ്ടെന്ന് മനസ്സിനും കൂടെ കാണിച്ചൊരു ബൈവറായിരുന്നു. മനസ്സ് പുറകെ വരുന്നേ ഉള്ളൂ. വരട്ടെ. Sir, say bye to my followers. Will you take my photos and video? Security. So you look like a fool. So with that, this vlog comes to an end. Kashmir vlog. എല്ലാം കഴിഞ്ഞു. Yeah. And with that, ഒരു ബക്കറ്റ് ലിസ്റ്റും കഴിഞ്ഞു. bucket listing കഴിഞ്ഞു. ഒരു ബക്കറ്റ് കടവായിട്ട് തിരിച്ചു പോകും. Bucket full of memories, guys. So with another beautiful video, I'll be coming back very soon. Till then, take care. And this is me, Jaril and Anas. Signing off. Bye. छूने से तेरे फीकी रुतों को रंग लगे, तेरी दिशा में क्यों चलने से मेरे पैरों को पंख लगे। रहना मेरे काम का जग सारा हो बस तेरे नाम से ही गुजारा। उलझ के यूं ना सुलझ न सकूं, जुबानिया तेरी झूठी भी सच लागे। तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना